നമ്മളിപ്പോ കാശ്മീരില് പുൽവാമയിലാണ് കേട്ടോ. പുൽവാമ ബദാമിന്റെ കൃഷിത്തോട്ടത്തിൽ വന്നതാണ്. ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഞെട്ടിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നാട്ടിൽ ബദാം മരം ഉണ്ടല്ലോ, ആ കായല്ല നമ്മൾ കടയിൽ വാങ്ങുന്നത് നമുക്കറിയാം. പക്ഷേ മരം ഏകദേശം അതുപോലെ ആയിരിക്കും എന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷേ അതുപോലെയേ അല്ല. ഇതാണ് ബദാമിന്റെ മരം കേട്ടോ. കാണുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പൊമഗ്രനേറ്റ് ഇല്ലേ, അനാറ്, അതിൻ്റെ മരം പോലെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ ബദാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ കച്ചാ ബദാമാണ്. കച്ചാ ബദാം ആ പാട്ടൊക്കെ അല്ലേ, അതിതല്ല. എന്തായാലും ഇതിന്മേൽ പച്ച ബദാം ഉണ്ട് കേട്ടോ. ഇത് സെപ്റ്റംബറിലെങ്ങാണ്ടാണ് ഇത് ശരിക്കും മൂത്തിട്ട് സാധാരണ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ബദാം പോലെ ആവുക. പക്ഷേ ഇവർ ഈ കച്ചാ ബദാമും ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ കൃഷി ചെയ്യുന്ന ചേട്ടൻ ഇപ്പോൾ നമുക്ക് ഒന്ന് കാണിച്ചു തന്നിട്ട് പോയതാട്ടോ. പുള്ളി അവിടെ ചെറിയൊരു പണിയിലാണ്. ഇതിങ്ങനെ പറിച്ചിട്ട് ഇവർ ഇങ്ങനെ കഴിക്കും. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു മാങ്ങ, പച്ചമാങ്ങ കഴിക്കുന്നതിൻ്റെ ഏകദേശം ഒരു സാമ്യമുണ്ട്. ഇത് ഇഷ്ടം പോലെ പറിക്കാമെന്ന് പുള്ളി പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് പറിക്കുന്നത്. ഇനി ആൾക്കാർ പറയും അങ്ങനെ ഒരാളെ കൃഷിത്തോട്ടത്തിൽ പോയിട്ട് പറിക്കുന്നോന്ന്. ഇതാ ഇങ്ങനെ പൊളിച്ചാൽ നമുക്ക് അതിനകത്ത് ആ ബദാമിൻ്റെ പരിപ്പ് കാണാൻ പറ്റും. കണ്ടോ, ഇതാണ്. പക്ഷേ ഈ സാധനം ഇതുപോലെ തന്നെ ഉപയോഗിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലേ. ഇവരിതുകൊണ്ട് കറി വെക്കും, അച്ചാറിടും, ചട്നി ഉണ്ടാക്കും. ഈ റൊട്ടിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന ചമ്മന്തി പോലത്തെ സാധനമൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിനും അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട്. ഇത് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ദുബായ്ക്കൊക്കെ പോകാറുണ്ട്. അത്ര ഒരു കിലോക്ക് ഇവർക്ക് 200 രൂപ കിട്ടുന്നതാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നമുക്ക് കുറച്ചും കൂടി കാഴ്ചയിൽ കാണാനുണ്ട്. അദ്ദേഹത്തിൻ്റെ കുറച്ച് പണിയിലാണ് അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകും. എന്തായാലും ഇതാണ് കച്ചാ ബദാം.